ഭഗവാൻ മഹാദേവന് ധാരാളം സമ്പത്തുകളുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൾ? അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു സമ്പത്താണ് കപർദം എന്ന് പറയുന്നത്. മഹാദേവൻ്റെ തലയിൽ കാണുന്ന ചുവന്ന ജടയാണ് കപർദം എന്ന് പറയുന്നത്. കപർദം ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കപർദി എന്ന പേരുണ്ടായത്. ശിവന് 3 കണ്ണുകളാണുള്ളത്. 3 കണ്ണുകളുള്ളത് കൊണ്ട് ത്രിനേത്രനായിട്ട് മാറി. അതിൽ 3ാമത്തെ കണ്ണ് തിരുനെറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാലത്തിൽ നേത്രമുള്ളവൻ എന്ന അർത്ഥത്തിൽ ഭാലനേത്രൻ എന്ന പേര് വന്നു. ഈ നേത്രത്തിന് അഗ്നിമയമായ നേത്രമാണത്. അഗ്നിമയമുള്ള നേത്രമായതുകൊണ്ട് ശിവനെ അഗ്നിമയൻ എന്ന് വിളിക്കുന്നു. ഭഗവാന്റെ കയ്യിൽ സദാ 3 മുനയുള്ള ശൂലം ഉണ്ടാകും. അങ്ങനെ 3 മുനയുള്ള ശൂലം വഹിക്കുന്നത് കൊണ്ട് അദ്ദേഹം ത്രിശൂലി എന്നറിയപ്പെടുന്നു. ഈ ശൂലത്തിൻ്റെ പേര് പിനാകം എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പിനാകപാണി എന്നും വിളിക്കുന്നു. മഹാദേവന് കർപ്പൂരത്തിൻ്റെ കാന്തിയാണുള്ളത്. ഭഗവാന്റെ വാഹനമായ കാളയുടെ നിറം വെളുത്തതാണ്. ഇത് നന്ദി എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ ഭഗവാന് പിനാകം കൂടാതെ ഖഡ്വാംഗം എന്ന ഒരു ഗദയും കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വില്ലിൻ്റെ പേര് അജഗവം എന്നാണ്. മൃഗം, ജപമാല, തലയോട്, ഡമരു ഇതൊക്കെ ഭഗവാന്റെ ആഭരണങ്ങളാണ്. മഹാദേവൻ എപ്പോഴും ചന്ദ്രനെയും ഗംഗയെയും ശിരസിൽ ധരിച്ചിരിക്കുന്നതിനാൽ ചന്ദ്രചൂഡനും ഗംഗാധരനും എന്നീ 2 പേരുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. മനുഷ്യ തലകൾ കോർത്തുണ്ടാക്കിയ മുണ്ടമാലയാണ് ശിവൻ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം ഉടുക്കുന്നത് പുലിത്തോലാണ്. ശരീരത്തിൽ പുതച്ചിരിക്കുന്നത് ആനത്തോലാണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പാമ്പുകളെ ആഭരണമായിട്ട് ധരിച്ചിരിക്കുകയാണ്. ഇനി ഈ ആഭരണങ്ങളൊക്കെ മഹാദേവന് ലഭിച്ചതിൻ്റെ പിന്നിലും ഒരു കഥ നമുക്ക് കേൾക്കാം. പല കഥകളിലായിട്ടാണെങ്കിലും അതിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. നമസ്കാരം.